ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റായ ഫ്ലൈയിങ് കൈറ്റ്സ് എന്നതിൻ്റെ 2ാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പേജിൽ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് മീനു ഡൂയിങ്? പിക്ചറിൽ മീനു എന്താണ് ചെയ്യുന്നത്? ഡൂ ചെയ്യുന്നത് എന്താണ്? ആ പക്ഷിക്ക് എന്തോ കൊടുക്കുന്നുണ്ടല്ലേ, ലിറ്റിൽ ബേർഡിന് എന്തോ ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ. വേർ ഈസ് ദി ലിറ്റിൽ ബേർഡ് നൗ? ഈ ബേർഡ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നൗ എവിടെയാണുള്ളത്? വേറെ എവിടെയാണുള്ളത്? മീനുവിൻ്റെ റൂമിലാണല്ലേ, വീട്ടിലാണുള്ളത്. ഈറ്റ് ദീസ് നട്ട്സ് മൈ ഡിയർ, മീനു സെഡ്. മീനു സെഡ് എന്ന് പറഞ്ഞാൽ മീനു പറഞ്ഞു. എന്താണ് മീനു പറഞ്ഞത്? ഈറ്റ് ദീസ് നട്ട്സ് ഈ നട്ട്സ് എന്താണ്? അണ്ടിപ്പരിപ്പ് നട്ട്സ് ഉണ്ടാവില്ലേ, ചില അണ്ടിപ്പരിപ്പൊക്കെ പോലത്തെ, അതെന്താണ് തിന്നൂലേ. ഈറ്റ് ദീസ് നട്ട്സ് മൈ ഡിയർ പ്രിയപ്പെട്ടവരെ മോനെ മോളെ എന്താണ് പ്രിയപ്പെട്ടവളെ എന്ന് വിളിക്കുക. മൈ ഡിയർ എന്താണ്? മൈ ഡിയർ ഇതൊക്കെ കഴിക്കൂ, ഈ നട്ട്സൊക്കെ കഴിക്കൂ, അത് കഴിക്കൂ എന്ന് പറയുകയാണ്. ഈ അണ്ടിപ്പരിപ്പ് കഴിക്കൂ എന്ന് പറയുകയാണ്. ദി ലിറ്റിൽ ബേർഡ് പെക്ക്ഡ് ദി നട്ട്സ് ഫ്രം മീനൂസ് ഹാൻഡ്. ലിറ്റിൽ ബേർഡ് ആ ലിറ്റിൽ ബേർഡ് ചെറിയ പക്ഷി എന്താണ്? പെക്ക്ഡ് എന്താണ്? പെക്ക് ചെയ്തു, കൊത്തിയെടുക്കൂലേ, പറിച്ചെടുത്തു, പെക്ക് ചെയ്തു. ദി നട്ട്സ് നട്ട്സ് അണ്ടിപ്പരിപ്പ്. ഫ്രം മീനൂസ് ഹാൻഡ്, എവിടുന്ന്? മീനുവിൻ്റെ ഹാൻഡിൽ നിന്ന്, കയ്യിൽ നിന്ന് മീനുവിൻ്റെ കയ്യിൽ നിന്നും എന്താണ്? ആ കുരുവി പറിച്ചെടുത്തു ആ നട്ട്സ് നട്ട്സ് എന്താണ്? ഇങ്ങനെ കൊത്തിയെടുക്കില്ലേ, പെക്ക് ചെയ്തിട്ട് പെക്ക് ചെയ്യുക, പറിച്ചെടുക്കുകയാണ് പറിച്ചെടുത്ത് ഇങ്ങനെ കൊത്തിയെടുക്കുക, പെക്ക് ചെയ്യാണ്. ഓ യു ടിക്കിൾ മീ, മീനു ഗിഗിൾഡ്. നീ എന്നെ എന്താണ് ടിക്കിൾ ചെയ്തു, എന്താണ് ഇക്കിളിയാക്കുന്നു എന്നില്ലേ, ഇക്കിളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. യു ടിക്കിൾ മീ കൊത്തുമ്പോൾ കൈക്ക് ഇങ്ങനെ നമുക്ക് ഇക്കിളിയാവില്ല, അങ്ങനെ ഇക്കിളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് മീനു ഗിഗിൾഡ്. മീനു എന്താണ്? ഗിഗിൾ ചെയ്തു, ചിരിച്ചു, ഇങ്ങനെ ചെറുതായിട്ട് ഗിഗിൾ ചെയ്തിട്ട് ചിരിച്ചു. വാട്ട് വിൽ ഐ കാൾ യു? ഞാൻ നിന്നെ എന്ത് വിളിക്കും? വാട്ട് വിൽ ഐ കാൾ യു? കാൾ വിളിക്കും യു നിന്നെ എന്താണ് വിളിക്കുക വാട്ട് വിൽ ഐ കാൾ യു എന്താണ് വിളിക്കുക? ഞാൻ നിന്നെ എന്ത് വിളിക്കും? കിറ്റി കിറ്റി എന്ന് വിളിച്ചാലോ? യെസ് കിറ്റി, അതെ കിറ്റി കിറ്റി എന്ന് വിളിക്കല്ലേ, കിറ്റി. ഇറ്റ് ഈസ് എ നൈസ് നെയിം, എന്താണ്? നല്ല പേരാണ്, നൈസ് ആയിട്ടുള്ള പേരാണല്ലേ. ഇറ്റ് ഈസ് എ നൈസ് നെയിം, കിറ്റി. അങ്ങനെ കിറ്റി എന്ന് വിളിക്കുകയാണ് എന്ത്? മീനു ബേർഡിന് പേരിട്ടത് എന്താണ്? കിറ്റി എന്ന് പേരിട്ടു അല്ലേ, കിറ്റി എന്ന് വിളിക്കുക. അപ്പം എന്താണ്? കിളി എന്താണ്? ബേർഡ് എന്താണ്? കീ 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 എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുകയാണ്. ദി ലിറ്റിൽ ബേർഡ് ലുക്ക്ഡ് അറ്റ് മീനു ഹാപ്പിലി ദി ലിറ്റിൽ ബേർഡ് ലുക്ക്ഡ് നോക്കി ആ ലിറ്റിൽ ബേർഡ് ചെറിയ പക്ഷി എന്താണ്? ലുക്ക്ഡ് നോക്കി, അറ്റ് മീനു മീനുവിനെ നോക്കി, ഹാപ്പിലി സന്തോഷത്തോടെ, ഹാപ്പിലി ആയിട്ട് സന്തോഷത്തോടെ മീനുവിനെ ആ ലിറ്റിൽ ബേർഡ് എന്താണ്? ലുക്ക് ചെയ്തു, നോക്കി കീ കീ എന്ന് പറഞ്ഞിട്ട് കൊച്ചുകളി സന്തോഷത്തോടെ മീനുവിനെ നോക്കി. മൈ കിറ്റി വിൽ ബി ആൾ റൈറ്റ് സൂൺ എൻ്റെ കിറ്റി കിറ്റി എന്നാണ് പേരിട്ടതില്ലേ ആ കിളിക്ക്. എൻ്റെ കിറ്റി വിൽ ബി ആൾ റൈറ്റ് സൂൺ, എൻ്റെ കിറ്റി ഉടൻ സുഖം പ്രാപിക്കും മൈ കിറ്റി വിൽ ബി ആൾ റൈറ്റ് സൂൺ. സൂൺ എന്ന് പറഞ്ഞാൽ ഉടനെ എന്താണ്? ആൾ റൈറ്റ് ആവും സുഖം പ്രാപിക്കും, നല്ലതാവും എന്ന് പറയാണ്. മീനു ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. മീനു എന്താണ്? ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു എന്ന് പറഞ്ഞ് ഡീപ്പ് ബ്രീത്ത് എടുക്കില്ലേ, അങ്ങനെ ഡീപ്പ് ബ്രീത്ത്, ദീർഘനിശ്വാസം എടുത്തു, ഡീപ്പായിട്ട് ശ്വാസം അങ്ങനെ വലിച്ചെടുത്തു. മീനു ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്തിട്ടില്ലേ, ശ്വാസം എടുത്തിട്ട് പറയാണ് മൈ കിറ്റി വിൽ ബി ആൾ റൈറ്റ് സൂൺ, എൻ്റെ കിറ്റി എന്താണ്? ഉടൻ സുഖം പ്രാപിക്കും എന്താണ്? നന്നാവുന്നു, എന്താണ്? പറക്കാനൊന്നും കഴിയുന്നില്ല അതൊക്കെ സുഖം പ്രാപിക്കും എന്ന് പറയാണ്, നല്ലതാവും, എല്ലാ അസുഖങ്ങളും മാറും എന്ന് പറയാണ്. താഴെയുള്ള ഈ ബോക്സിൽ എന്താണ് ക്വസ്റ്റ്യൻ? ക്യാൻ ദി ബേർഡ് ഫ്ലൈ നൗ? ആ ബേർഡിന് ഇപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ടോ? ഫ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നൗ ഇപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ, നോ. വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ പെറ്റ്? നിങ്ങളുടെ പെറ്റിൻ്റെ നെയിം എന്താണ്? പേരെന്താണ്? നിങ്ങൾക്ക് ഇതുപോലത്തെ പെറ്റ്സ് ഉണ്ടോ വീട്ടിൽ? നിങ്ങളിങ്ങനെ വളർത്തുന്ന കിളികളോ പട്ടിക്കുട്ടിയോ നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ എന്താണ് പൂച്ചയോ ഡോഗോ എന്താ ഉള്ളത്? നിങ്ങളുടെ പെറ്റിൻ്റെ നെയിം എന്താണ്? ഡു യു ലൈക്ക് ദി നെയിം കിറ്റി? നിങ്ങൾക്ക് ഈ കിറ്റി എന്ന് പറഞ്ഞ ഈ ബേർഡിൻ്റെ പെറ്റ് നെയിം ഇഷ്ടമായോ? ഈ പെറ്റിൻ്റെ നെയിം ഇഷ്ടമായോ? കിറ്റി എന്ന് പറഞ്ഞ പേര് ഇഷ്ടമായോ? എന്താണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ? എന്താണ്? വൈ ഈസ് മീനു സോ ഹാപ്പി എന്തുകൊണ്ടാണ് മീനു വളരെ സന്തോഷത്തിലല്ലേ, നല്ല ഹാപ്പി ആയിട്ടുണ്ട്? എന്തുകൊണ്ടാണ്? വാട്ട് ചേഞ്ചസ് ഡു യു സീ ഇൻ കിറ്റി? എന്തൊക്കെ ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ് നിങ്ങൾ കിറ്റിയിൽ കാണുന്നത് ഇപ്പോൾ പറക്കുന്നുണ്ടല്ലേ, അത് കണ്ടിട്ടാണ് മീനു ഇത്ര ഹാപ്പി ആയിട്ട് സന്തോഷിക്കുന്നതല്ലേ. ഹാപ്പിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് കിറ്റി ആദ്യം പറക്കാൻ കഴിയില്ലായിരുന്നു, ഇപ്പോൾ പറക്കുന്നത് കാണുന്നുണ്ടല്ലേ നമ്മൾ ഈ പിക്ചറിൽ. ലുക്ക് മദർ, കിറ്റി ഈസ് ഫ്ലൈയിങ്. ലുക്ക് നോക്കൂ, മദർ അമ്മേ, മദർ നോക്കൂ അമ്മേ, കിറ്റി ഈസ് ഫ്ലൈയിങ്, കിറ്റി എന്താണ്? പറക്കുന്നു, ഫ്ലൈയിങ് പറക്കുന്നു. ബ്യൂട്ടിഫുൾ വിങ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ ബ്യൂട്ടിഫുൾ മനോഹരമായ ചിറകുകൾ. ദി ടൈൽ ഈസ് ലൈക്ക് എ റിബൺ. ടൈൽ എന്ന് പറഞ്ഞാൽ വാല് അല്ലേ. ദി ടൈൽ ഈസ് ലൈക്ക് എ റിബൺ എന്തുപോലെയാണ്? വാലുകൾ എന്തുപോലെയാണ്? റിബൺ പോലെയാണ് വാലൊരു റിബൺ പോലെ റിബൺ പോലെ ഇല്ലേ കാണാൻ? ദി ടൈൽ ഈസ് ലൈക്ക് എ റിബൺ, വാലുകൾ എന്തുപോലെയാണ്? റിബൺ പോലെയാണ്. മീനു സെഡ് ഹാപ്പിലി, മീനു എന്താണ്? മീനു പറഞ്ഞു ഹാപ്പിലി, സന്തോഷത്തോടെ മീനു പറഞ്ഞു. ദി ബേർഡ് സാറ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഷെൽഫ്. ദി ബേർഡ്
അല്ലേ. ആ കിളി എന്താണ് സാറ്റ് ഇരുന്നു ഓൺ ദി ടോപ്പ് ഓഫ് ദി ഷെൽഫ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ടോപ്പ് ഓഫ് ദി ഷെൽഫ് ഷെൽഫിൻ്റെ മുകളിൽ അല്ലേ. ഷെൽഫിൻ്റെ മുകളിൽ എന്താണ് ഇരുന്നു. ദി ബേർഡ് സാറ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഷെൽഫ്. ദി ബേർഡ് സാറ്റ് ഇരുന്നു ഓൺ ദി ടോപ്പ് അല്ലേ. ടോപ്പ് എന്ന മുകളിൽ, ഓഫ് ദി ഷെൽഫ് ഷെൽഫിൻ്റെ മുകളിൽ ഇരുന്നു. ഇറ്റ് ഫ്ലൂ അപ്പ് അഗെയിൻ ആൻഡ് സാറ്റ് ഓൺ മീനൂസ് ഷോൾഡർ. ഫ്ലൂ അപ്പ് അഗെയിൻ അതെന്താണ് വീണ്ടും പറന്നു അല്ലേ. ഫ്ലൂ അപ്പ് അഗെയിൻ, അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലേ. ഫ്ലൂ അപ്പ് പറന്നു, അഗെയിൻ വീണ്ടും പറന്നു. ആൻഡ് സാറ്റ് ഓൺ മീനൂസ് ഷോൾഡർ, എന്നിട്ട് സാറ്റ് ഇരുന്നു ഓൺ മീനൂസ് ഷോൾഡർ അല്ലേ. മീനുവിൻ്റെ ഷോൾഡറിൽ അല്ലേ, തോളിൽ ഇരുന്നു. എന്നിട്ട് എന്താണ് വീണ്ടും പറന്നിട്ട് മീനുവിൻ്റെ ഷോൾഡറിൽ ഇരുന്നു അല്ലേ. സാറ്റ് ഓൺ മീനൂസ് ഷോൾഡർ, മീനുവിൻ്റെ ഷോൾഡറിൽ സാറ്റ് ചെയ്തു ഇരുന്നു. ഷീ പാറ്റഡ് ദി ബേർഡ് ലവിങ്ലി. ഷീ പാറ്റഡ്, പാറ്റഡ് എന്ന് പറഞ്ഞാൽ തലോടി. ദി ബേർഡ് ലവിങ്ലി, ലവിലെ സ്നേഹത്തോടെ, സ്നേഹപൂർവ്വം എന്താണ് ആ പക്ഷി എന്താണ് അവൾ തലോടി. ഷീ പാറ്റഡ്, പാറ്റഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ അങ്ങനെ തലോടി, മെല്ലെ അങ്ങനെ അടിച്ചു അല്ലേ. മെല്ലെ അങ്ങനെ തലോടിയിട്ട് ദി ബേർഡ്സ് ലവിങ്ലി, സ്നേഹത്തോടെ തലോടി. ഷാൾ വി ഗോ ഔട്ട് ആസ്ക്ഡ് മീനു. മീനു എന്താണ് ചോദിച്ചത്? ആസ്ക്ഡ് മീനു. മീനു ചോദിച്ചു, എന്ത് ചോദിച്ചു? ഷാൾ വി ഗോ ഔട്ട്, നമുക്ക് എന്താണ് പുറത്ത് പോയാലോ എന്നല്ലേ. ഷാൾ വി ഗോ ഔട്ട്, ഔട്ട് എന്നാൽ പുറത്തേക്ക് അല്ലേ, ഗോ അല്ലേ, പുറത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചു. മീനു കിറ്റി ക്യാൻ ഫ്ലൈ നൗ ലെറ്റ് ഇറ്റ് ഗോ മദർ സെഡ്. മദർ പറഞ്ഞു, അമ്മ എന്താണ് പറഞ്ഞത്? മീനു കിറ്റി ക്യാൻ ഫ്ലൈ നൗ അല്ലേ, ഇപ്പോൾ എന്താണ് കിറ്റിക്ക് എന്താണ് പറക്കാൻ കഴിയും, ഫ്ലൈ ചെയ്യാൻ കഴിയും. ലെറ്റ് ഇറ്റ് ഗോ അല്ലേ, അതിനെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞു. ലെറ്റ് ഇറ്റ് ഗോ, അത് പോകട്ടെ എന്ന് പറയുകയാണല്ലേ. ലെറ്റ് ഇറ്റ് ഗോ, അതിനെ പോകാൻ വേണ്ടി അനുവദിക്കും. അതിനെന്താണ് ഇപ്പോൾ ഒറ്റയ്ക്ക് പറക്കാൻ കഴിയൂലേ. ഇനി എന്താണ് അതിനെ പിടിച്ചു വെക്കണ്ട, അതിനെ പുറത്തേക്ക് പറത്തി വിടാൻ വേണ്ടി പറയുകയാണല്ലേ. മീനു കിറ്റി ക്യാൻ ഫ്ലൈ നൗ, എന്താണ് മീനു കിറ്റിക്ക് എന്താണ് ഇപ്പോൾ പറക്കാൻ കഴിയും. ലെറ്റ് ഇറ്റ് ഗോ, അതിനെ പുറത്തേക്ക് വിടൂലേ, അതിനെ പുറത്ത് പറക്കാൻ അനുവദിക്കൂ എന്ന് പറയുകയാണ്. മദർ സെഡ്, മദർ പറഞ്ഞു. താഴെന്താണ് ഒരു ബോക്സിലേക്കുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വിൽ മീനു ലെറ്റ് കിറ്റി ഗോ. മീനു എന്താണ് കിറ്റീനെ പറഞ്ഞയക്കുമോ, കിറ്റീനെ പറക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുമോ, നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഈസ് മീനു ഡൂയിങ് അല്ലേ. മീനു എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്താണ്? കിറ്റി ആൻഡ് മീനു ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. എന്താണ് കിറ്റിയും മീനു എന്താണ് ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. അവളെന്താണ് അടുത്ത സുഹൃത്തുക്കളായി അല്ലേ, ക്ലോസ് ഫ്രണ്ട്സായി. എന്താണ് കിറ്റിയും മീനും അടുത്ത സുഹൃത്തുക്കളായി, ബിക്കെയിം ആയി അല്ലേ. അവരെന്തായി? ക്ലോസ് ഫ്രണ്ട്സായി. വൺ ഡേ ദേ വേർ പ്ലേയിങ് അണ്ടർ എ ട്രീ. വൺ ഡേ ഒരു ദിവസം. ദേ വേർ പ്ലേയിങ്, അവരെന്താണ് കളിക്കുകയായിരുന്നു. അണ്ടർ എ ട്രീ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കളിക്കുകയായിരുന്നു, താഴെയായിട്ട് കളിക്കുകയായിരുന്നു. കിറ്റി യു ക്യാൻ നൗ ഫ്ലൈ ഹൈ. കിറ്റി യു ക്യാൻ നൗ, നിനക്കിപ്പോൾ ഫ്ലൈ ഹൈ അല്ലേ, ഹൈ ആയിട്ട് ദൂരേക്ക് പറക്കാം. കിറ്റി നിനക്ക് ഇനി ഉയരത്തിൽ പറക്കാം. കിറ്റി യു ക്യാൻ നൗ ഫ്ലൈ ഹൈ, നിനക്കെന്താണ് ഇപ്പോൾ ഉയരത്തിൽ ഹൈ ആയിട്ട് പറക്കാം. ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു യുവർ മദർ. മീനു ആസ്ക്ഡ്, മീനു ചോദിച്ചു. എന്താണ് മീനു ചോദിച്ചത്? ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു യുവർ മദർ, നിനക്കെന്താണ് നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണ്ടേന്ന് ചോദിക്കുകയാണല്ലേ. ഡോണ്ട് യു വാണ്ട് ടു ഗോ, നിനക്ക് പോകണ്ടേ, ടു യുവർ മദർ, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണ്ടേന്ന് മീനു ചോദിക്കുകയാണല്ലേ. ഫ്ലൈ കിറ്റി ഫ്ലൈ അല്ലേ, ഫ്ലൈ പറക്കൂ, കിറ്റി ഫ്ലൈ പറക്കൂ. മീനു ഹെൽഡ് കിറ്റി, മീനു എന്താണ് കിറ്റിയെ ഹെൽഡ് ചെയ്തു അല്ലേ, പിടിച്ചു. ഇൻ ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകളിൽ കിറ്റിയെ പിടിച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഫ്ലൈ കിറ്റി ഫ്ലൈ. ഷീ ടോസ്ഡ് ഹെർ ഇൻ ടു ദി എയർ അല്ലേ. ഷീ ടോസ്, അവളെന്താണ് ടോസ് ചെയ്തു. നമ്മളെന്താണ് കോയിൻസ് ടോസ് ചെയ്ത് കളിക്കലില്ലേ, ഇങ്ങനെ മറിച്ചിട്ട് ടോസ് ചെയ്യുക, അങ്ങനെ എന്താണ് അതിനെ വലിച്ചെറിയുക, ടോസ് ചെയ്യുക അല്ലെ, എറിഞ്ഞു അല്ലേ. ഷീ ടോസ്ഡ് എന്താണ് ഇങ്ങനെ എറിഞ്ഞു. ഹെർ അവളെ അല്ലേ, കിറ്റിയെ ഇൻ ടു ദി എയർ അല്ലേ, എയറിലേക്ക് വായുവിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. കിറ്റി ഫ്ലൂ അപ്പ് അല്ലേ, കിറ്റി എന്താണ് പറന്നു, മുകളിലേക്ക് പറന്നു. ആൻഡ് സാറ്റ് ഇരുന്നു ഓൺ ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ, ഒരു ട്രീൻ്റെ ബ്രാഞ്ചിലില്ലേ, അതിൻ്റെ ഒരു കൊമ്പിൽ, ഒരു മരത്തിൻ്റെ ഒരു ചെറിയ കൊമ്പിൽ ബ്രാഞ്ചിൽ എന്താണ് ഇരുന്നു അല്ലേ. സാറ്റ് ഓൺ ദി ബ്രാഞ്ച്, സാറ്റ് ഇരുന്നു ഓൺ ദി ബ്രാഞ്ച് അല്ലേ, ബ്രാഞ്ച് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ ഒരു കൊമ്പുമ്മൽ ഇരുന്നു. മീനു ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി. മീനു ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി, മീനു എന്താണ് നോക്കി, കിറ്റിയെ നോക്കിയല്ലേ. മീനു കിറ്റിയെ നോക്കി. മീനു ലുക്ക്ഡ് നോക്കി, ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി, കിറ്റിയെ നോക്കി. ഡോണ്ട് യു വാണ്ട് ടു ഗോ, മീനു ആസ്ക്ഡ്. മീനു എന്താണ് ആസ്ക് ചെയ്തു, ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഡോണ്ട് യു വാണ്ട് ടു ഗോ, നിനക്ക് പോകണ്ടേ അല്ലേ. ഡോണ്ട് യു വാണ്ട് ടു ഗോ, നിനക്കെന്താണ് പോകണ്ടേ എന്ന് ചോദിച്ചു. കിറ്റി ഫ്ലൂ ഡൗൺ ആൻഡ് സാറ്റ് ഓൺ ഹെർ ഹാം. കിറ്റി ഫ്ലൂ ഡൗൺ അല്ലേ, ഫ്ലൂ അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പറന്നു, ഫ്ലൂ ഡൗൺ പറഞ്ഞാൽ താഴേക്ക് പറന്നു അല്ലേ. മരത്തിൻ്റെ കൊമ്പിലിരുന്നിട്ട് അവിടുന്ന് താഴേക്ക് പറന്നു. കിറ്റി ഫ്ലൂ ഡൗൺ അല്ലേ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക്, ഫ്ലൂ പറന്നു അല്ലേ, താഴേക്ക് പറന്നിട്ട് ആൻഡ് സാറ്റ് ഓൺ ഹെർ ആംസ്, എന്താണ് അവളുടെ കൈകളിലല്ലേ, സാറ്റ് ഇരുന്നു. ഓൺ ഹെർ ആംസ്, ഓൺ ഹെർ ആം അല്ലേ, ആം എന്ന് പറഞ്ഞാൽ കയ്യിലെ, മീനുവിൻ്റെ കയ്യിലിരുന്നു. മീനു ഹെൽഡ് കിറ്റി ക്ലോസ് ടു ഹെർ. മീനു എന്താണ് കിറ്റി എന്താണ് ഹെൽഡ് ചെയ്തു, പിടിച്ചു. ക്ലോസ് ടു ഹെർ, അവളോട് അടുപ്പിച്ച് പിടിച്ചു അല്ലേ.
മീനു കിറ്റിയെ തന്നിലേക്ക് അടുപ്പിച്ചു അല്ലേ, ക്ലോസ് ടു ഹെർ, അവളുടെ അടുപ്പിച്ചിട്ട് ക്ലോസ് ആയിട്ട് എന്താണ് കിറ്റിയെ വെച്ചു. ഓ സ്വീറ്റി ഐ നോ യു ഡോണ്ട് വാണ്ട് ടു ലീവ് മീ. ഓ സ്വീറ്റിയിലെ സ്വീറ്റായിട്ടുള്ള എന്താണ് സ്നേഹിച്ചിട്ട് വിളിക്കണം. ഓ സ്വീറ്റി ഐ നോ, എനിക്കറിയാം. യു ഡോണ്ട് വാണ്ട് ടു ലീവ് മീ, നിനക്കെന്താണ് എന്നെ ലീവ് ചെയ്യണ്ട, എന്താണ് വിട്ടു പോകാൻ താല്പര്യമില്ലെന്ന് അറിയാമെന്ന് പറയാണ്. എനിക്കറിയാം നിനക്ക് എന്നെ വിട്ടു പോകാൻ മനസ്സില്ലെന്ന് അല്ലേ. ഐ നോ, എനിക്കറിയാം. യു ഡോണ്ട് വാണ്ട് ടു ലീവ് മീ, എന്നെ വിട്ടു പോകണ്ടെന്ന് എനിക്കറിയാം. ലീവ് ചെയ്യണ്ട, ലീവ് എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യല്ലേ, വിട്ടു പോകണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. ലെറ്റ്സ് ഗോ ടു മൈ ഫ്രണ്ട്സ്. ലെറ്റ്സ് ഗോ ടു മൈ ഫ്രണ്ട്സ്, നമുക്കെന്താണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാം അല്ലേ, കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. സെഡ് മീനു പറഞ്ഞു. നമുക്കെന്താ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ടു മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറയാണ്. താഴെ ഇവിടെ ബോക്സിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്, വിൽ കിറ്റി ഫ്ലൈ എവേ, കിറ്റി എന്താണ് ദൂരേക്ക് പറക്കുമോ. ഹൗ വുഡ് മീനു ഫീൽ ദെൻ, അങ്ങനെ പറന്ന് പോയാൽ മീനുവിൻ്റെ ഫീലിംഗ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, സാഡായിരിക്കോ ഹാപ്പി ആയിരിക്കോ അല്ലേ. മീനുവിൻ്റെ അടുത്ത് നിന്ന് പറന്ന് പോവുമോ, നമുക്ക് നോക്കാമല്ലേ. ഈസ് മീനു ഫ്ലൈയിങ് എ കൈറ്റ്, മീനു എന്താണ് ഒരു കൈറ്റ്, ഒരു പട്ടത്തിനെയാണോ പറത്തിക്കുന്നത്. ഈസ് ഹാപ്പി, ഈസ് ഷീ ഹാപ്പി, അവൾ ഹാപ്പിയാണോ, സന്തോഷമാണോ. വൈ, എന്തുകൊണ്ട്, നമുക്ക് നോക്കാമല്ലേ. മൈ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, റിയാസ് സെഡ് പറഞ്ഞു. റിയാസ് എന്താണ് പറഞ്ഞത്, മൈ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, എൻ്റെ കൈറ്റിലെ എൻ്റെ പട്ടം ഈസ് ഫ്ലൈയിങ് ഹൈ അല്ലേ, ഹൈ ദൂരെ എന്താണ് ഉയരത്തിൽ പറക്കുന്നു അല്ലേ, ഉയരത്തിൽ പറക്കുന്നു. ഫ്ലൈയിങ് പറക്കുന്നു, ഹൈയിലെ ഏറ്റവും ഹൈ ആയിട്ട് എൻ്റെ പട്ടം പറക്കുന്നു അല്ലേ, ഉയരത്തിൽ നല്ല ഹൈ ആയിട്ട് ഉയരത്തിൽ പറക്കുന്നു, എൻ്റെ പട്ടം പറക്കുന്നു, റിയാസ് പറഞ്ഞു. നോ മൈ യെല്ലോ വൺ ഈസ് ഹയർ സെഡ് മായ എന്താണ് പറഞ്ഞത്, നോ അല്ല, മൈ യെല്ലോ വൺ ഈസ് ഹയർ അല്ല, എൻ്റെ യെല്ലോ കൈറ്റാണ് എന്ത് ഹയറിലെ ഉയരത്ത് പറക്കുന്നത്, എൻ്റെ മഞ്ഞ കൈറ്റാണെന്ന് പറയാണ്, എൻ്റെ മഞ്ഞപ്പട്ടാണ് കൂടുതലല്ലേ ഹയറായിട്ടുള്ളത് എന്ന് പറയാണ്. ബട്ട് ലുക്ക് ദർ ഈസ് അനദർ വൺ ഫ്ലൈയിങ് എബവ് ആൾ അവർ കൈറ്റ്സ്, റിയാസ് എന്ത് പറഞ്ഞു, പക്ഷേ ലുക്ക് ദർ, അവിടെ നോക്കൂ, ദർ ഈസ് അനദർ വൺ, അവിടെ എന്താണ് വേറെ ഒന്നുണ്ട്, ഫ്ലൈയിങ് എബവ് ആൾ അവർ കൈറ്റ്സ് അല്ലേ, പറക്കുന്നുണ്ട്. ഫ്ലൈയിങ് എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ആൾ അവർ കൈറ്റ്സ്, നമ്മളുടെ എല്ലാവരുടെ കൈറ്റ്സിൻ്റെ മുകളിലായിട്ട് ഒരു പട്ടം ഉണ്ട് എന്ന് പറയാണ്, വേറൊന്ന് പറക്കുന്നുണ്ട് എന്ന് പറയാണ്. എബവ് മുകളിൽ, ആൾ അവർ കൈറ്റ്സ്, നമ്മളുടെ എല്ലാവരുടെ കൈറ്റ്സിൻ്റെയും പട്ടങ്ങളുടെയും മുകളിലായിട്ട് എബവ് ആയിട്ട് വേറൊന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അനദർ വൺ ഫ്ലൈയിങ് അല്ലേ, വേറെ അനദറായിട്ട് വേറൊന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. നമ്മുടെ എല്ലാ പട്ടങ്ങൾക്കും മുകളിൽ മറ്റൊന്ന് പറക്കുന്നു എന്ന് പറയുകയാണല്ലേ. റിയാസ് പറഞ്ഞു. എവ്രി വൺ ലുക്ക്ഡ് അപ്പ്, എല്ലാവരും എന്താണ് നോക്കി. എവ്രി വൺ എല്ലാവരും ലുക്ക്ഡ് അപ്പ്, എല്ലാവരും നോക്കി. ഓ ഇറ്റ് ഹാസ് എ കളർഫുൾ ടൈൽ, അതിനെന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള എന്താണ് വാലുണ്ട് എന്ന് പറയാൻ, ടൈലുണ്ട്, വർണ്ണാഭമായ വാലുണ്ട് അതിലെ, കളർഫുൾ ആയിട്ടുള്ള പല കളേഴ്സുള്ള ടൈലുണ്ടെന്ന് പറയാണ്, വാലുണ്ട്. ഹൂസ് കൈറ്റ് ഈസ് ദാറ്റ്, ആരുടെ കൈറ്റാണ്, ആരുടെ പട്ടമാണ് അത്. ഹൂസ് കൈറ്റ് ഈസ് ദാറ്റ്, അത് ആരുടെ പട്ടമാണ്. ദീനു ആസ്ക്ഡ്, ദീനു എന്താണ് ചോദിച്ചു. ഇറ്റ്സ് നോട്ട് എ കൈറ്റ്, ഇറ്റ് ഈസ് എ ബേർഡ് അല്ലേ. ഇറ്റ്സ് നോട്ട് എ കൈറ്റ്, അതെന്താണ് ഒരു കൈറ്റല്ല, ഒരു പട്ടമല്ല. ഇറ്റ്സ് എ ബേർഡ്, അതെന്താണ് ഒരു ബേർഡാണ്, ഒരു പക്ഷിയാണ്. മായ പറഞ്ഞു. ഇറ്റ് ഈസ് മൈൻ, അതെന്താണ് എൻ്റെതാണ്. ഇറ്റ് ഈസ് മൈൻ. ഹൂ ഈസ് ദാറ്റ്, ആരാണത്. ദി ഫ്രണ്ട്സ് ലുക്ക്ഡ് ബാക്ക്, എന്താണ് കൂട്ടുകാരെന്താണ് ബാക്കോട്ട് നോക്കി. ലുക്ക്ഡ് ബാക്കോട്ട് നോക്കി. മീനു ഇറ്റ് ഈസ് യുവേഴ്സ്, മീനു അത് നിൻ്റേതാണോ. ഇറ്റ് ഈസ് യുവേഴ്സ്. ദേ ആസ്ക്ഡ് ഇൻ വണ്ടർ, അവരെന്താണ് അത്ഭുതത്തോടെ ചോദിച്ചു അല്ലേ. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ. ദേ ആസ്ക്ഡ്, അവരെന്താണ് ചോദിച്ചു. ഇൻ വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ. ദേ ആസ്ക്ഡ് ഇൻ വണ്ടർ, അത്ഭുതത്തോടെ ചോദിക്കണം. ഇറ്റ് ഈസ് യുവേഴ്സ്, അത്ഭുതത്തോടെ എന്താണ് ചോദിച്ചത്. മീനു ഇസ് ഇറ്റ് യുവേഴ്സ്, അതെന്താണ് നിൻ്റേതാണോ എന്ന് ചോദിക്കുകയാണ് അത്ഭുതത്തോടെ. യെസ് ഇറ്റ്സ് മൈ കിറ്റി, അതെന്താണ് എൻ്റെ കിറ്റിയാണ്. ഇറ്റ്സ് മൈ കിറ്റി. മീനു ഫേസ് ഷോൺ വിത്ത് ജോയ്, മീനുവിൻ്റെ എന്താണ് ഫേസ് എന്താണ് മുഖം. ഷോൺ തിളങ്ങി. വിത്ത് ജോയ് സന്തോഷത്തും കൊണ്ട് തിളങ്ങി. മീനുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. മീനൂസ് ഫേസ്, മീനുവിൻ്റെ മുഖം. ഷോൺ എന്ന് പറഞ്ഞാൽ തിളങ്ങി. വിത്ത് ജോയ് സന്തോഷം കൊണ്ട് തിളങ്ങി അല്ലേ. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഷോൺ ചെയ്തു, തിളങ്ങി. ഷൈൻ എന്ന് പറഞ്ഞാൽ തിളങ്ങി, അതേപോലെ തന്നെയാണ് ഷോൺ, തിളങ്ങി അല്ലേ. വിൽ കിറ്റി സ്റ്റേ വിത്ത് മീനു, മീനുവിൻ്റെ കൂടെ കിറ്റി നിൽക്കുമോ, സ്റ്റേ ചെയ്യുമോ. വൈ ഈസ് കിറ്റി സോ ഹാപ്പി, കിറ്റി എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തിൽ വിത്ത് മീനുവിൻ്റെ കൂടെ ഇത്ര സന്തോഷത്തിൽ നിൽക്കുന്നത് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ആ പക്ഷി, ആ ബേർഡ്, ലിറ്റിൽ ബേർഡ്, നമ്മളെ കിറ്റി എന്തുകൊണ്ടാണ് മീനുവിനെ വിട്ടു പോവാതിരുന്നത് അല്ലേ. മീനുവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അല്ലേ. ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചാപ്റ്റർ യൂണിറ്റ് 2 ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.